ടേക്ക് ഓഫിന് തൊട്ടുമുൻപ് പൂർണ്ണമായും കത്തിയെരിഞ്ഞ വിമാനം. തീ പടർന്നു പിടിക്കുന്നതിന് തൊട്ടുമുൻപായി വിമാനത്തിലുണ്ടായിരുന്ന 176 പേരെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ദക്ഷിണ കൊറിയയിലാണ് സംഭവം. എയർ ബുസാൻ ഫ്ലൈറ്റാണ് ടേക്ക് ഓഫിന് തൊട്ടു മുൻപായി റൺവേയിൽ കിടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. 17 വർഷമായി പ്രവർത്തിക്കുന്ന എയർബസ് A321 CEO മോഡൽ വിമാനമാണ് കത്തിയെരിഞ്ഞത്. ദക്ഷിണ കൊറിയയിലെ ഏഷ്യാന എയർലൈൻസിന്റെ ബജറ്റ് എയർലൈനാണ് എയർ ബുസാൻ. തീപിടുത്തത്തിനുള്ള കാരണം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ദക്ഷിണ കൊറിയയിലെ ഗിംഹെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാനിരുന്ന വിമാനമാണ് കത്തിനശിച്ചത്. 169 യാത്രക്കാരും 7 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. തീപ്പൊരി കണ്ടതിന് തൊട്ടു പിന്നാലെ ഇവരെ ഒഴിപ്പിച്ചതാണ് വലിയ ദുരന്തം ഒഴിവാകാൻ കാരണം. സംഭവത്തിൽ 7 പേർക്ക് പരിക്കേറ്റതായും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1 മാസം മുൻപായിരുന്നു മറ്റൊരു വിമാനാപകടം ദക്ഷിണ കൊറിയയിൽ നടന്നത്. ലോകത്തെ നടുക്കിയ ദുരന്തത്തിൽ 175 പേരാണ് അന്ന് മരിച്ചത്. ദക്ഷിണ കൊറിയയിലെ മുവാൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ച ജെയ്ജു എയർലൈൻസ് ആണ് ഡിസംബർ 29-ന് അപകടത്തിൽപ്പെട്ടത്. അതേസമയം ജെയ്ജു എയർ വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ദക്ഷിണ കൊറിയൻ അധികൃതർ UN വ്യോമയാന ഏജൻസിക്കും അമേരിക്ക, ഫ്രാൻസ്, തായ്ലാന്റ് അധികൃതർക്കും പ്രാഥമിക അപകട റിപ്പോർട്ട് സമർപ്പിച്ചു. രാജ്യത്തെ നടുക്കിയ ഏറ്റവും വലിയ വ്യോമ ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണെന്നും ദക്ഷിണ കൊറിയൻ വ്യോമയാന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പക്ഷി ആക്രമണത്തിന്റെ പങ്കിനെ കേന്ദ്രീകരിച്ചും എഞ്ചിനുകളുടെയും ലോക്കലൈസർ ലാൻഡിംഗ് ഗൈഡൻസ് ഘടനയുടെയും വിശകലനത്തെക്കുറിച്ചും ദക്ഷിണ കൊറിയ UN നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. UN ഏജൻസിയായ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അപകടം നടന്ന 30 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് ഹാജരാക്കാൻ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദക്ഷിണ കൊറിയ വിമാനാപകടം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് UN ഏജൻസിക്ക് കൈമാറിയത്. ബാങ്കോക്കിൽ നിന്ന് മുവാൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തേണ്ട ബോയിങ് 737-800 ജെറ്റ് അടിയന്തര ലാൻഡിംഗ് നടത്തുമ്പോൾ റൺവേ മറികടന്ന് ലോക്കലൈസർ ഘടനയിലേക്ക് വിമാനം ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട 181 ആളുകളിൽ 2 പേരും ക്രൂ അംഗങ്ങളും ഒഴികെ എല്ലാവരും മരിച്ചു. അതേസമയം പൈലറ്റുമാർ റിപ്പോർട്ട് ചെയ്ത പക്ഷി ആക്രമണത്തിന്റെ കൃത്യമായ സമയം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല.